CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നതിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. SFIO അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതേസമയം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹർജിക്ക് തന്നെ പ്രസക്തിയില്ലെന്ന് KSIDCയുടെയും CMRLന്റെയും അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജിക്ക് പ്രസക്തിയില്ല. നിയമപരമായി തങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും KSIDC കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജിയിലെ പിഴവുകളിൽ ഒന്ന് പരിഹരിക്കാം, മറ്റൊന്ന് കറക്ഷൻ പെറ്റീഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഉത്തരവ് പാസാക്കാൻ പാടില്ല എന്ന് CMRLന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്തായാലും വീണയുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തുകൊണ്ട് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിന് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്ഥിരമായി ഈടില്ലാതെ കോർപ്പറേറ്റ് വായ്പകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ വായ്പകൾ ലഭിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ ജനപക്ഷവും പാർട്ടി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. CMRL ഉടമകൾ ഡയറക്ടർമാരായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് എക്സാലോജി കമ്പനിക്ക് 77.6 ലക്ഷം രൂപ വായ്പ ലഭിച്ചത്. CMRLന് നൽകിയെന്ന് പറയുന്ന സേവനത്തിന് വീണയ്ക്കും കമ്പനിക്കും ലഭിച്ച പ്രതിഫലത്തിന് പുറമെയാണ് 77.6 ലക്ഷം രൂപ വായ്പയായും നൽകിയത്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 4 വർഷം ഈടില്ലാത്ത വായ്പയായി പണം നൽകിയത്. CMRL നിന്ന് കൈപ്പറ്റിയ 1.72 കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് എക്സാലോജി വിവാദത്തിൽപ്പെട്ടത്. ഈ സംഭവം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഉപഹർജിയായാണ് 77.6 ലക്ഷം കടം സംബന്ധിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എംപവർ ഇന്ത്യ CMRLുമായി ബന്ധമുള്ള കമ്പനിയാണെന്ന് ഹർജി പറയുന്നു. ആദായ നികുതി പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം മനഃപൂർവ്വം പേരിൽ മാറ്റം വരുത്തിയെന്നും ഇടപാടുകൾ തിരിച്ചറിയാതിരിക്കാനാണിതെന്നും ആരോപണമുണ്ട്. പിന്നീട് എംപവർ ഇന്ത്യ ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും RBI നൽകിയ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ആരോപിച്ച് ഷോൺ ജോർജിന്റെ ഉപഹർജിയും ഉണ്ടായിരുന്നു. ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3 അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത്.